വെൽക്കം ബാക്ക്. നമ്മൾ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ വന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ ക്രൂര ലോകത്തേക്ക്. ഇന്നാൾ ഞാൻ ക്രൂ എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ സ്ക്രൂ അഴിക്കാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടതാണ്. എന്നാലും കേട്ടാടാ, ഞാൻ കഴിഞ്ഞിട്ടതാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ആരും കമൻ്റ് ഒന്നും ചെയ്തില്ല. കമൻ്റ് ഇടാൻ ആരെങ്കിലും കണ്ടാലേ കമൻ്റ് ഇടൂ. ഗൈസ്, എനിക്കൊരു പണി കിട്ടി. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ വേൾഡ് ഓഫ് ചെയ്തിട്ട് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വേൾഡ് കയറിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറേ സ്കെലട്ടനൊക്കെ സ്പോണായി എന്നെ കൊന്നു. ഗൈസ്, എൻ്റെ കയ്യിലുള്ളതിന് എല്ലാ സാധനവും പോയി. അതിൽ രോഹിത്തിൻ്റെ 2 അയണും രോഹിത്തിൻ്റെ 4 പിക്കാക്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നന്നായി വരും ഞാൻ. പാവം കേസ്, പാവം. എടാ, ഈ ഹാർഡില് മിനിറ്റിന് അയൻകോള സ്പോൺ ആവണ്ട തന്നെ? അങ്ങനെ ഉണ്ടാ? ഞാൻ അയൻകുളത്തിനെ കണ്ടിട്ട് 2-3 ദിവസമായി. ഇവിടെ അയൻകുളത്തിന് അയൺ ഫാം ഉണ്ടാക്ക ഇന്ന്. നീ 3000 എന്നൊരു കാര്യം ചെയ്യ, അവിടെ നിന്ന് ചാവ്. ഞാൻ പിന്നെ എന്തിനാ പറയാ, നീ ചാറ്റിൽ ഇതിട് ഇടാ. ഞാൻ നമ്മളാ ഇതിടാ കോർഡിനേറ്റ്സ് 126 73 345 ഇട്ടോ. കേറിയില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ പുതിയ എന്തോ സാധനം. നമുക്ക് ഇവിടെ അങ്ങ് ഡർട്ട് വെച്ച് അടയ്ക്കാം ഗൈസ്. എടാ, ഈ ഗ്ലാസ് എന്തിനു വെച്ചാ ഉണ്ടാക്കേണ്ട? സാൻഡ് വെച്ചാ? ഹലോ, സാൻഡും ഓക്കെ. ഞാൻ സാൻഡ് മൈൻഡ് ചെയ്തിട്ട് ഒരൊറ്റ സാൻഡ് മൈൻഡ് ഇവിടെ തന്നെ ഉണ്ട് കേസ്. അതുകൊണ്ട് പിന്നെ നമ്മളെ പിന്നെ പ്രോ പ്ലെയർ അല്ലേ കേസ്. നമുക്ക് പിന്നെ സാൻഡിന് വേറെ കോബിൾ സ്റ്റോൺ ഇട്ട് വേറെ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഗെയിമേ പറ്റൂല. റിയൽ ലൈഫ് ഒട്ടും പറ്റൂല. ഞാൻ ഉദ്ദേശിച്ച സ്വപ്നത്തിൽ പറ്റൂന്നാണ്. എടാ, സ്വപ്നത്തിൽ ഞാൻ ഇന്നലെ എന്റെ ഫാന് കറങ്ങി അറിഞ്ഞ. സ്വപ്നത്തിൽ ഇന്നലെ എന്റെ വീട്ടിൽ എലോൺ മസ്ക് വന്നു. പിന്നല്ല, നീ ആരുടെ വീട്ടിൽ? സാൻഡ് ഫർണസ് ഇട്ടതല്ല, കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ട് കുറച്ച്. ഒരു മിനിറ്റ്, സെറ്റിങ്സിൽ പോണം ആദ്യം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? അവിടെ ഇതിൽ നന്നായിട്ട് എൻ്റെ മോൻ കാണാമല്ല, നല്ല വെട്ടത്തിൽ കാണാം കേട്ടെ. വെബ്കാം ഇത് കൊള്ളാം. ഹാർഡ് പീസ്ഫുള്ള്. ചെറിയൊരു ചീറ്റിങ് ചെയ്യാത്ത ആരും ഈ ലോകത്തില്ല കേസ്, അല്ലേടാ? അയ്യാ, ഇനി ഫർണസ് എവിടെന്ന് ഞാൻ കണ്ടുപിടിക്കും. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എടാ, നിന്റെ ഫർണസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്തേ. ഞാൻ എടുക്കൂലടാ, ഞാൻ എന്റെ സ്വന്തമായിട്ട് മൈൻഡ് ചെയ്ത് ഉണ്ടാക്കൂടാ. എടുത്തോട്ടാ നിന്റെ ഇന്ന്.
തിരിച്ചെടുത്തോണ്ട് പോവാല്ലേ? അതാ കേക്കാൻ കേട്ടൂടാ. ഹലോ എനിക്ക് വേണ്ട നിന്റെ. അതാ എടുത്തോടാ, നന്മനല്ലേ എടുത്തോ. പക്ഷെ നീ ചോദിക്കില്ലേ തിരിച്ച്? എടാ കേക്കൂടാ. ഹലോ നെറ്റ് പോയാന്ന് തോന്നാ. ഹലോ ഹലോ ബ്രോ. ചപ്പിടാ കേക്കാമോ? കേക്കാം. ഹലോ നീ പറഞ്ഞിട്ടെടുത്തോട്ടാ, സീനില്ല. ഓ എടാ പിന്നെ നീ ഇപ്പൊ എവിടെ ഇരിക്കണ? എത്ര കോർഡിനേറ്റ്സ് പറഞ്ഞു? 3220. എടാ പിന്നെ 58. നിന്റെ ഫർണസ് ഞാൻ എടുത്തോട്ടാ. നീ പിന്നെ തിരിച്ച് ചോദിക്കില്ലേ? എടാ കേക്കാമോടാ? ഹലോ ഹലോടാ. എന്താ സൂരജ് ചപ്രിടാ. ആ കേക്കായിരുന്നു മോനെ. ഹലോടാ കേക്കാൻ നീ കേക്കൂടാ. തെറ്റിദ്ധാരണയാണ്. ആ നീ ഞാൻ കേക്കാമെന്ന് പറഞ്ഞ നീ എങ്ങനെ കേട്ടത്? നീ കേക്കാതെ കേട്ടില്ലല്ലോ. നീ പോയിക്കാണ് ചെയ്യണത്. എനിക്ക് നിന്റെ നല്ലത് അറിയാം. നന്മയായിട്ട് എനിക്ക് നിന്റെ നല്ലത് അറിയാം ബ്രോ. നീ ഇവിടെ നിലവാരമില്ലാത്ത കോമഡി അടിക്കില്ലേ രോഹിത്തെ? നിലവാരത്തിൽ കോമഡി അല്ല ബ്രോ, ഞാൻ ഊഹിച്ചാണ്. നീ ഇപ്പൊ ഇതെങ്ങനെ കേട്ട നിലവാരമില്ലാത്ത കോമഡി? നിന്റെ ഊഹം നീ നിർത്തിക്കോ. ബ്രോ യുവർ ഗസ്സിംഗ് ഈസ് സോ ബ്യൂട്ടിഫുൾ ബ്രോ. താങ്ക് യു ബ്രോ. ഇപ്പൊ നീ എങ്ങടാ കേട്ടത് ഞാൻ പറഞ്ഞത്? നീ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ ഞാൻ ഊഹിച്ചു, പക്ഷെ ഞാൻ വെറുതെ താങ്ക് യു പറഞ്ഞു. എടാ ലാർജ് ചെസ്റ്റിനെ വീണ്ടും ലാർജ് ചെസ്റ്റ് ആകാൻ പറ്റുന്ന കൊള്ളായിരുന്നല്ലേ? എടാ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയാലേ ഞാൻ സ്പോൺ ആവണ കട്ടിലിനടിയിലാണ്, ഇത്ര ചെസ്റ്റ് ഇരിക്കണോണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരണേ. അത് തന്നെ, ചത്തപ്പോ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവരണേ. എന്തിരി? ശരിയാണ്. നമുക്ക് കോബിൾ സ്റ്റോൺ ഇട്ട് കത്തിക്കാൻ പറ്റുന്ന കൊള്ളായിരുന്നല്ലേ? കോൾ എവിടെ നോക്കിക്കഴിഞ്ഞ ബ്രോയുടെ ചെസ്റ്റിനകത്ത് കോൾ ഉണ്ടെന്ന് കേട്ടു. ഞാൻ ഇത്തിരി എടുത്തോട്ടെ? എന്റെ വീടിന്റെ റൂഫ് അടിച്ചു പൊളിച്ചിട്ടിട്ട് പോയത്. റൂമല്ല, റൂഫ്. പണക്കാരുടെ വീട്ടിലെ റൂഫ് പലർക്കും വേണ്ടി വരും ബ്രോ. വീട് പണ്ടാണെങ്കിൽ കോബിൾ സ്റ്റോൺ ഇട്ട് അടയ്ക്കാം നമുക്ക് ഇവിടെ. തണ്ടർ സ്റ്റോം. ഇവിടെ ഫുൾ ആയിരക്കണക്കിന് ചെസ്റ്റ് ആയതുകൊണ്ട് കേസ് എവിടെ വേണം വെക്കാൻ. കത്തിക്കോ പെട്ടെന്ന്. ഗ്ലാസ്. ശരിക്കും ഞാൻ എന്തിനാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്? ഈ ഗ്ലാസ്സിന് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? പിന്നെ വേറെ കളർ മാറ്റാൻ പറ്റുമല്ലോ? എന്റെ വീട്ടിൽ
വീട്ടിലെ ജനലില് ഞാൻ ഗ്ലാസ് ഇട്ടേ. എടാ ഈ മഞ്ഞ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോടേ. കത്തിച്ച് കളയാൻ പറ്റുമോ? ഇല്ല ബ്രോ വെള്ളച്ചിലെടുക്കരുത് കേട്ടോ. ഗൈസ് ഇവന് ശരിക്കും എന്താണ് പ്രശ്നം? നിനക്കെന്ത് പ്രശ്നം? നിനക്കെന്തോ മെന്റൽ സ്റ്റേറ്റിന്റെ പ്രോബ്ലം, മെന്റൽ ഡിസോർഡർ ഉണ്ടോ? ബ്ലാസ്റ്റ് ഫർണസ് ഇട്ട് എന്തിനാ ഗുണം? ബ്ലാസ്റ്റ് ഫർണസ് നമുക്ക് അയൺ സ്പെൽറ്റ് പെട്ടെന്ന് ശ്രമിക്കാം. ഞാൻ ബ്രോ ആയിട്ട് ഉറങ്ങിക്കാണ്. വേക്ക് വില്ലേജർ ഗെറ്റ് ലോസ്റ്റ്. സ്ലീപ്പ് അല്ല ബ്രോ, ഷീപ്പ്. ഉറങ്ങാനായിരുന്നു. എടാ ഞാൻ എവിടെയാടാ? നോക്ക് ഗൈസ്, നോക്ക്, ഞാൻ കട്ടിലിനടിയിൽ സ്പോണോ കണ്ട. ഇവിടെ ഇത്രയും ചെസ്റ്റ് ആയുണ്ട്. എന്തരാ എനക്ക്? ഞാൻ എന്റെ ഗൈസിന്റെ കൂടെയാണ് പറയണത്. ഗൈസ് 8 ഗൈസും ഉണ്ട്. 8 ഗൈസ് അല്ല, 200 എത്ര പേരുണ്ട്? എത്ര പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 200 എത്ര ഗൈസും ഉണ്ട്. 858 വ്യൂസ് ഉണ്ട് എനിക്ക് ഫുള്ള്. 858 എത്ര വ്യൂസും ഉണ്ട്. എടാ നീ കഴിവുണ്ടെങ്കിൽ കഴിവ് അംഗീകരിക്കാൻ പഠിക്കണം. കുറെ കഴിവുണ്ട്. നീ നേരത്തെ കണ്ടല്ലേ കഴിവ് അംഗീകരിച്ചത്? മറ്റേ സോപ്പ് ഇട്ടിട്ട് മറ്റേ എന്നിട്ട് സെറ്റ് ആയിരുന്നല്ലേ ഇത്? ബ്രോ വാട്സാപ്പ് എന്റെ വീടിനകത്തുനിന്ന് ഇറങ്ങിപ്പോ. എടാ എമറാൾഡ് കൊടുത്ത് എനിക്ക് സാധനങ്ങൾ വെക്കല്ലേ, വാങ്ങല്ലേ? കോപ്പർ പെട്ടെന്ന് സ്മെൽറ്റ് ആയി കിട്ടോടാ അതിനകത്തുനിന്ന്. കോപ്പർ ഓക്കെ, പെട്ടെന്ന് സ്മെൽറ്റ് ആവാൻ നോക്കട്ടെ. ഇനിയിപ്പോ എന്റെ വീട് നീ നോക്കിക്കൊള്ളാം കേട്ടാ. നീ തൽക്കാലത്തേക്ക് ഇതെടുത്തോ. ഡേയ് ഞാൻ ഇറങ്ങിപ്പോയപ്പോ എന്റെ അടുത്ത് നിന്ന് വാതിലടയ്ക്ക് അറിയാ നീ. പൊക്കോ പാവാടാ, നമുക്ക് ഇവനെയൊക്കെ വിട്ടേക്കല്ലേ. പക്ഷെ ഒരു പൂച്ചനെ കൊല്ലാൻ വിട്ട് നോക്കിയതാണ്, പൂച്ച കണ്ടം വഴി ഓടി കളഞ്ഞു. ഏയ് 2 വില്ലേജറിന് ഇവിടെ എന്തൊരു കാര്യം? Get out bro. This is not a villager, this is trader. എടാ ബ്ലോക്ക് ആക്കാതെ ഇറങ്ങിപ്പോ. എടാ ഇവന്മാര് വരാതിരിക്കാൻ എന്തിനുണ്ടാക്കണോടാ ഇനി? ഞാൻ ബ്ലാസ്റ്റ് ഫർണസിന്റെ പവർ നോക്കട്ടെ. ഉമ്മച്ചി ഒരു കോപ്പർ ഇപ്പോഴേ ആയി. കോപ്പർ വെച്ച് ചൂലൊക്കെ ഉണ്ടാക്കാൻ പറ്റൂടെ? എന്തിനോ എനിക്ക് പറഞ്ഞ അൺലോക്ക് ആയി. എന്തിനും ഉണ്ടാക്കേണ്ട കോപ്പർ ഇട്ട് ക്രാഫ്റ്റിംഗ് ടേബിള്. കോപ്പർ ഇട്ട് ലൈറ്റ്നിങ് റോഡ് ഉണ്ടാക്കാം. ബ്രഷ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഹാർഡ് ഇടേണ്ടി വരും ഇപ്പം. ഓ ഞാൻ ഇപ്പൊ സർവൈവൽ ക്രിയേറ്റീവ് ആക്കിയേനെ. നീ മുടിഞ്ഞു പണ്ടാണ് ഞാൻ ഇല്ലാത്തപ്പോ നീ വേണം എന്റെ വീട് നോക്കാൻ. നീ അതിനകത്ത് കയറി പോരുത്. നീയല്ല വില്ലേജറിന്റെ കൂടെ പറഞ്ഞ, ട്രേഡറിന്റെ കൂടെ പറഞ്ഞ. നീ നിനക്കാണെങ്കിലും നോക്കാം. ഇത് നമ്മളെ രണ്ടുപേരെ വേൾഡ് അല്ലേ? നീ എന്റെ കയ്യിൽ നിന്ന് മറ്റേ സാധനം എടുത്തോണ്ട് പോയിട്ട് നീ ആണെങ്കി അതിനകത്ത് ഇട്ടല്ലടാ. മറ്റേ അമ്മേരെ എംബ്ലം ബാഡ്ജ്. ദാറ്റ്സ് മീൻ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയണ്ട, അത് വേറെ കാര്യം. അമ്മച്ചി ഹാർട്ട് ഇട്ടിട്ട് എന്തോ കൊല്ലാൻ വരാത്ത. ഇപ്പ പറഞ്ഞു
ആ സോറി. ഞാൻ നിന്റെ സോറി പറഞ്ഞപ്പോ നിനക്ക് എന്ത് സോറി പറഞ്ഞ നിന്റെ കൂടെ ഞാൻ പറഞ്ഞ അപ്പൊ എന്ത് പ്രശ്നം? ആ പൂച്ചയ്ക്ക് മീൻ ഇട്ട് കൊടുക്കണം. അവിടെ ഇതില് പൂച്ചയ്ക്ക് മീൻ ഇട്ട് കൊടുക്കണം എങ്ങനെയാണ്? ഓപ്ഷൻ വരും. പൂച്ചനെ കിട്ടി കേസ്. ഇനി മീന്. പൂച്ച ഓടണടാ. ഓടാൻ തോന്നുന്നത് മനസ്സിലായി. അതെങ്ങനെ ഇട്ട് കൊടുക്കും? ആ പൂച്ച തന്റെ നീ ക്രൗച്ച് ചെയ്യാൻ അടുത്ത് പോകണം. രണ്ട് ഓപ്ഷൻ വരും. ക്രൗച്ചിന്റെ അടുത്ത് പോയപ്പോ അത് കണ്ടപ്പോഴേ ഓടണ്. ഓടാൻ തോന്നുന്നത് ഓടണം. ക്രൗച്ച് കൊണ്ട് ഓടിട്ട് പറഞ്ഞില്ല. ഒരു ഐഡിയ ഇങ്ങനെ ഐഡിയ കിട്ടിയ ഐഡിയ. ഇതിനെ ആദ്യം കണ്ടുപിടിക്കട്ടെ. ഇനി ഓടി പിടിക്കാം. ഇനി അതേ നടക്കൂ. അവിടെ ഞാൻ അതിനെ കൊല്ലേ ചെയ്തത്. അവിടെ ഞാൻ കൊടുത്തറ സിറ്റ് സ്റ്റാൻഡ്. ഞാൻ പറയും പോലെ ചെയ്യണതാ മോഞ്ഞേ. അപ്പൊ ഇനിയിപ്പം ഞാൻ എന്തിനു പറയും പോലെ ചെയ്യൂ? കൊല്ലാറ്റാ ഇനി എപ്പോഴും ചെയ്യൂ അവൻ? അനവ എന്റെ പിറകെ പറഞ്ഞല്ലേ. എന്റെ പിറകെ തന്നെ പറഞ്ഞ ഇവൻ. ഇനി ഇവ എന്റെ പെറ്റാണാ? എന്റെ പെറ്റാണാ? അവിടെ ഞാൻ ദൂരോട്ട് പോകുമ്പോ പറഞ്ഞില്ലല്ലോ അവൻ. വാ എന്റെ വീട്ടിനകത്തോട്ട് വാ. എന്റെ പൂച്ചേനെ കൊന്നാ നീ മുടിഞ്ഞു പോവും. ഞാൻ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലേ? അല്ല അങ്ങനെയല്ല. നീ കൊല്ലല്ലേ കേട്ടാ. ഞാൻ നിന്നെ കളിക്ക്. നമ്മൾ പിന്നെ അങ്ങനെ കളിക്ക് പറഞ്ഞോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടാ. എന്റെ ബെഡിന്റെ മണ്ടേ കയറി ഇരിക്കണ. കുഴപ്പമില്ല. എന്റെ കൂട്ടുകാരനല്ലേ. എവിടെ ഇരുന്നു. എന്റെ പെറ്റ്. ഞാൻ അടുത്ത പെറ്റിനെ പോയി വളക്കിട്ടിയേ. എന്താ പറയണത്? അടുത്ത പൂച്ച ബ്രോ. വാട്സാപ്പ് ബ്രോ. വാട്സാപ്പ് വെയിറ്റ് കരോ. വെയിറ്റ്. എത്ര തിന്നടാ നീ ഇത്തിരി. ഇങ്ങനെ അഹങ്കാരം പാടില്ല കേട്ടാ. അവിടെ യൂട്ടേൺ നിന്ന നിപ്പില് യൂട്ടേൺ ഒക്കെ എടുക്കണ്ട. നിന്ന നിപ്പി ഞാൻ നോക്കിയപ്പോ യൂട്ടേൺ എടുക്കണവൻ. ട്രാപ്പ് ആക്ക. അതാണ് നല്ലത്. പിന്നെ എങ്ങനെ ട്രാപ്പ് ആക്കൂടെ പൂച്ചേനെ? ഇത് കണ്ണീ കണ്ട സാധനത്തിനൊക്കെ കൊല്ലണോണ്ടാ. ഡേയ് സിറ്റ് ചെയ്തല്ല.
എന്റെ ഒരു മീൻ കഴിച്ചിട്ട് അവൻ എന്താ സിറ്റ് ചെയ്യാത്ത? ഒന്ന് പോരെ, കൊറേ വേണം. എന്റെ കൂട്ടുകാരന് 2 കൊടുത്തപ്പോ സിറ്റ്, ഞാൻ പോയി ബിയറിനെ കൊന്നിട്ട് വരാം, അപ്പൊ എനിക്ക് മീൻ കിട്ടും, മനസ്സിലായ? എല്ലാ പൂച്ച വ്യത്യാസമുണ്ട് ബ്രോ. എന്റെ തക്കുടു കുട്ടൻ ഞാൻ പറഞ്ഞ കേട്ടില്ല. ഒരു മിനിറ്റ്, എനിക്ക് തിന്നെ ഒന്നുമില്ലല്ലോ ഇതിപ്പം. റാബിറ്റ് ഹൈഡാ തിരി എന്തിന്റെ ചാതനോ? എന്തോ സാധനം. എടാ ഞാൻ മറ്റേ വെള്ള കളർ മീനാണ് കൊടുത്തത്, അത് കുഴപ്പമുണ്ടോ? ആ മീനെ കുഴപ്പമില്ല. പക്ഷെ അതെന്ത് വരാത്ത തന്നെ? ഞാൻ ഒരു പൂച്ചനെ വിളച്ചേ, വിളച്ചല്ലേ വളച്ചേ, വളച്ച മീൻസ് എടാ ഒരു പൂച്ചനെ ഞാൻ പെറ്റാക്കിയടാ. ഇനി ഞാൻ എന്തിനു ചെയ്യും? ഞാനിപ്പം ഒരു ബിയറിനെ കണ്ടുപിടിക്കാതെ അവനെ എനിക്ക് പെറ്റാക്കാൻ പറ്റൂല. എനിക്ക് ആ പൂച്ചക്കട നടത്താൻ പോണ്. ഇനി ആ പൂച്ച നിന്നെ കാണാൻ പോടോടാ? ഇല്ല. നമ്മൾ രണ്ടുപേരും പൂച്ചയായ അത്? ഇല്ല. പിന്നെ നിന്റെ മാത്രം പൂച്ച. എനിക്ക് ബിയറിനെ കിട്ടി, ഇപ്പൊ തീർത്ത് കൊടുക്കാൻ ഞാൻ. ഒന്നാമത്തെ കാര്യം എനിക്ക് 2 മീനെ തന്നുള്ളൂ, അതൊരു പരിപാടി. അവന്റെ അന്ത്യമാണ്, അവന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അന്ത്യമാണ്. ഞാൻ ഹാർഡ് ഇട്ടില്ലേ, ഞാൻ പറയാൻ പോലെ ഹാർഡ് ഇട്ട് പെട്ട്. അല്ല ഇവന്മാർ എങ്ങനെയൊക്കെയാണ് സ്പോൺ ആവണത് എന്റെ പുന്നി? പീസ്ഫുൾ വേണ്ട, നമുക്ക് ഈസി ഇട്ടാ മോബ്സ് ക്രിയേറ്റ് ആവോ? മോബ്സ് ഇത് വരുമോ? എന്നാ കുഴപ്പമില്ല, ഈസി മതി. എടാ ഇത് എവിടെ നിന്നാ അമ്മേ? അമ്മച്ചി സ്കെലട്ടൻ, അമ്മച്ചി പല്ലിയല്ല പാറ്റ. ബ്രോ വാട്സാപ്പ്. ഇവൻ എന്താ ഒന്നും ചെയ്യാത്ത? ഇപ്പൊ ചെയ്യണം. അയ്യോ ക്രീപ്പർ. അടുത്ത് പിറകിന്ന് അവനോ. അയ്യോ പൊട്ടി പൊട്ടലെന്ന് പറഞ്ഞപ്പോ പൊട്ടി. ഇട്ടിട്ട് ഇട്ട് കേറാൻ പറ്റില്ലടാ എനിക്ക്. എന്ത് കേറാൻ പറ്റില്ല എനിക്ക്? ഇതുവരെ കേറാൻ പറ്റിയാലടാ, ഞാൻ ഐസിന്റെ അകത്ത് കേറാൻ പറ്റിയാലും ഞാൻ ഉറങ്ങുകയാണ്. ഇതെന്തരിത്?
ഇവിടെ നിന്ന് എണീക്കാൻ പറ്റില്ലടാ. ഒരു ബോട്ട് ഉണ്ടെങ്കിൽ താഴെ. ഞാൻ 3000 ബ്ലോക്സ് ദൂരെയാണ് കളിയ. ഇവനൊക്കെ എന്നെ എന്തിനാ ഇങ്ങനെയും ചെയ്യണത്? അവിടെ നമ്മളെ ഒരു ബ്ലോക്കിനെക്കാട്ടി വലുതാണ് ഐസ്. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെ ഐസ് ക്യൂബ്. എന്താ എനിക്ക് കേറാൻ പറ്റില്ല. എവിടെ കേറാൻ? വെള്ളത്തിനകത്തിരിക്കണെന്ന്. എന്നെ ഒരു പൊട്ടൻ എന്നെ അകപ്പെടുത്തി. എടാ എനിക്ക് ഇതാക്കാൻ പറ്റില്ല, കേറാൻ പറ്റില്ല. എന്റെ പൊന്നെ, ഇപ്പഴെങ്കിലും ആയല്ല. പെടല്ലേ? പെട്ടില്ല. ഓ കേറി അങ്ങനെ. ഒരു പൂച്ചയ്ക്ക് വേണ്ടി ഞാനാണെങ്കിൽ ഒരു കരടിയിലേന്നും അടി വാങ്ങിച്ച്. കരടിക്ക് ഞാൻ റിവഞ്ച് എടുക്കും. കരടിയിലെ റിവഞ്ച് ആണെന്ന്. ഞാൻ എവിടെന്നാ എന്റെ ഇതൊക്കെ ഡീസ്പോൺ ആയിപ്പോയി കാണും മിക്കവാറും. ഓ കരടിയുടെ അടുത്ത് റിവഞ്ച് എടുക്കണം എനിക്ക്. പൊട്ടനായിരുന്നു സൂരജ് പാട്ട് പാടാൻ അറിയാതെ. ഇനി അവനെ അവിടെ പോയി തപ്പും. ഒരു രാത്രി കരടി സ്പോൺ ആവോ? അവൻ എവിടെയാ വന്നിട്ട്? എനിക്ക് എന്നിട്ട് ആർമറൊക്കെ ഇട്ടിട്ട് ഇനി ഹാർഡ് ആക്കിയിട്ട് മറ്റേ ചെലന്തീര അവിടെ നിന്ന് ഒരു സാധനം കിട്ടുമല്ല, ഒരു മറ്റേ പക്ഷിയെ പോലെ ഇരിക്കുന്ന സാധനം. പക്ഷിയെ പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, സിൽവർ കളർ. അറിഞ്ഞൂടെ? ഒരു അരയന്നത്തിനെ പോലെ ഇരിക്കണ സിൽവർ കളർ ചെലന്തിയോ കൊല്ലമ്പോ കിട്ടുന്ന അല്ല ബ്രോ. വാട്സ്ആപ്പ് നീ എന്തിരി ഇറങ്ങിപ്പോ. ഞാൻ ഉള്ളപ്പോ നീ ഇവിടെ നോക്കാൻ പറഞ്ഞപ്പോ സ്റ്റാൻഡ് സിറ്റ് സ്റ്റാൻഡ് സിറ്റ്. ഓക്കെ പോ. നീ വീടിനകത്ത് തന്നെ ഇരുന്നോ? അതിന് തൊട്ട് പൂച്ച തന്നെ ചെസ്റ്റിനകത്ത് വയ്ക്കാൻ പറ്റുന്ന കൊള്ളായിരുന്നു. എന്റെ വീട്ടിനകത്ത് കേറിയ വില്ലേജർ മുടിഞ്ഞു പോവും. എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പ് എടാ, ഞാൻ നിനക്ക് ഒരു മീൻ തന്നേലടാ. എന്തരടാ വാടാ പ്ലീസറാ. ഇവിടെ കരടിയില്ലല്ലോ ഇനി. പൂച്ച ട്രാപ്ഡ്. പൂച്ച ട്രാപ്ഡ്. പൂച്ച വീട്ടിനകത്തൊന്നും കഥ തുറന്നിറങ്ങി വരില്ലല്ലേ? പോടാ. പൂജക്ക് നിന്നെക്കാളും ബുദ്ധിയുണ്ട്. എങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കും? 2 ഡേർട്ട് എടുത്ത് ബ്ലോക്ക് ചെയ്ത് വെക്കട്ടാ. വാട്സാപ്പ് ഓക്കെ സെറ്റ്. പൂച്ചക്ക് എത്ര പൊക്കത്തി വേണേ കയറാൻ പറ്റുമോ?
ഓ 60 അല്ല 128 ബ്ലോക്സ് വരെ ചാടാം. അപ്പൊ എന്റെ പൂച്ച 128 ബ്ലോക്സ് ചാടി ഞാൻ എന്റെ വാലി പിടിച്ച് തൂങ്ങിപ്പോവും. അതങ്ങനെ പറ്റൂടാ. ഛേ ഓ പോടാ. ലീഷ് എടുത്ത് അത് ഇട്ടിട്ട് അത് ചാടാൻ പറഞ്ഞാൽ മതി. ചാപ്പ നീ അവനെ മേലെ കൂടെ പോകും. പൂച്ച അത്രക്ക് പോറാ. പട്ടിയെ പോലെ പൂച്ചയ്ക്ക് പോവാ. ഇതിനകത്ത് പട്ടിയില്ലല്ലേ? പട്ടി ഉണ്ടല്ലേ? പിന്നെ ഹാർഡ് ഇടണേ. വേണ്ട വേണ്ട ഇപ്പഴല്ലേ ഇട്ടേ എന്ത് ഇപ്പൊ മോബ് സ്പോൺ ആവൂലല്ലേ? എന്ത് സ്പോൺ ആവണ? അന്നത് രാവിലെ ആയില്ലല്ലേ? ഓഷ്യൻ ഞാൻ ഇപ്പൊ ഐസിന്റെ ബ്ലോക്കില് മറണ്ടല്ലേ നിക്കണ. നീ അവിടെ ഓഷ്യനില് നിന്നോ? അതെന്തിരി ഇനി പീസ്ഫുൾ ഇട്ടോളാം. ഓക്കെ ഓക്കെ സെറ്റ്. ഞാൻ എന്നെ കാണേണ്ടവനെ കണ്ടതുകൊണ്ട് ഞാൻ പീസ്ഫുൾ. എടാ ഞാൻ ഇടൂലടാ, പീസ്ഫുൾ ഇടൂല. ഹലോ ബ്രോ വാട്സാപ്പ്. ഞാൻ നിന്നെ കൊല്ലട്ടെ അങ്ങ്. മര്യാദക്ക് നേരത്തെ നിന്നെ ഞാൻ മര്യാദക്ക് വിട്ടപ്പോ നീ നിന്റെ മോനും പിന്നെ നിന്റെ കുഞ്ഞമ്മയോ കൊച്ചച്ഛൻ ആരോ വന്ന് എന്നെ കൊന്ന്. ഒരു മനസാക്ഷി വേണ്ടേ കൊല്ലണേന്? നിന്റെ കുഞ്ഞമ്മേനോട് പോയി പറ ഞാൻ അവളെ കാത്ത് നിക്കണം കേട്ടാ. കേട്ടാ? 4 മീൻ കിട്ടി, എനിക്കത് മതി. എന്റെ പൂച്ചനെ ഫീഡ് ചെയ്യുകയും ചെയ്യും, അവനെ പെടുത്തുകയും ചെയ്യും. അതിനകത്തുനിന്ന് പൂച്ച ഫീഡ് ചെയ്യാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. കാരണം എന്തിനാണ് അതിനകത്ത് ഫുള്ള് ഒരു വീട്ടിനകത്ത് ബ്ലോക്ക് വിട്ടിട്ടേ, ഒരു വീട്ടിനകത്ത് കതവിന് വരെ 2 ബ്ലോക്ക് വിട്ടു വെച്ചൊക്കെയാണ് ഞാൻ. പക്ഷെ അതിനാ വെളിയിലെവിടെയെങ്കിലും പൊത്ത ഉണ്ടാന്ന് എന്റെ ദൈവത്തിനറിയാം. പൊത്ത ഉണ്ടെങ്കിൽ അത് അങ്ങ് പോവും. ഇനി ഒരു ഡൗട്ട് ബ്രോ. ഇനി ഐസ് ആയതുകൊണ്ട് അത് തുറന്നെങ്ങനെ രക്ഷപ്പെടൂ? മറ്റേ ഐസ് ഉണ്ടല്ലോ, മറ്റേ വെള്ള മറ്റേ സ്നോ ഉണ്ടല്ലോ, അതുവഴി ഇറങ്ങാൻ പറ്റുമോ? പോടാ. നീ മറ്റേ ഐസ് ട്രാപ്പായി പോവില്ലേ, താവട്ട് ഇറങ്ങി പോവില്ലേ? അതേപോലെ പക്ഷെ പൂച്ചക്ക് ഏത് ഐസ് കൂടെ ഇറങ്ങി വരാൻ പറ്റും. അയ്യോ വെട്ടമില്ല. ഞാൻ പുതിയ ആളെ ഞാൻ എന്റെ അതാക്കിയേ. വാ വാ, പുതിയ പെറ്റ്. ഹലോ ഗൈസ്, ദിസ് ഈസ് മൈ ഓൺ പെറ്റ്. ദിസ് ഈസ് മൈ ഓൺ സെക്കൻഡ് പെറ്റാണ് ഗൈസ്, കേട്ടോ? നിനക്കൊരു ജോഡി തോടെ ഇരിപ്പുണ്ട്. വാ. ഇനി ബിയറിനെ ഇതാക്കാൻ പറ്റൂടാ, പെറ്റാക്കാൻ പറ്റൂടാ? കേറുവാടാ. അതെങ്ങനെ? മീൻ കൊടുത്താ മതി അതിനും? അതിന് മറ്റേ ലീഷ് ഉണ്ടല്ലോ. എന്തിരി ലീഷ്? അതിനെ മറ്റേ കഴുത്തി കൊലിക്കണം. കേട്ടില്ല. ലീഷ് അതിനെ കഴുകി കുടുങ്ങി. മറ്റേ പട്ടി ഉണ്ടല്ലോ, പട്ടിനെ ഇറച്ചി എടുത്ത് അതിന് കൊടുക്കണം. നീ ആക്കല്ലേ, അതിന് മീന് മതി. ഹലോ ഹലോ, കമോൺ ബ്രോ വാട്സാപ്പ്. അയ്യോ അടാ, ഞാൻ അടിച്ചടാ അതിനാ. സോറിടാ, ഞാൻ നിനക്ക് എല്ലാ മീനും തരാം. അതിന് പകരം തിന്നോ. അയ്യോ, ഞാൻ എല്ലാ മീനും കൊടുത്താ. അയ്യോ
എന്റെ പുറകെ വാ. ആ. എന്റെ പുറകെ ഉണ്ടാ വാ. എന്റെ പൊന്നെ എന്നെക്കാട്ടി സ്പീഡ് ഉണ്ടാടേ പൂച്ചക്ക്. എന്റെ വീട്ടിൽ നിറങ്ങടാ, വീട്ടിൽ കയറി പോകാടാ, വീട്ടിൽ നിറങ്ങടാ. ഗെറ്റ് ലോസ്റ്റ്. സിറ്റ്. അങ്ങനെ എന്റെ ബെഡിൽ 2 പൂച്ചകൾ ഗൈസ്. ഇനി തൊട്ട് ഇതാണ് എന്റെ ഹൗസ്. നീ ഒറ്റ കാരണം ഇത്ര ദൂരം ഞാൻ നിനക്ക് ഞാനാണെങ്കി മറ്റേ എന്തൊരു ക്രിസ്റ്റലൊക്കെ ഒപ്പിച്ച് തന്നിട്ടല്ലേ നീ അവിടെ ഇരിക്കണത്. പിന്നെ മിണ്ടായിരുന്നു വായും വെച്ചോണ്ട്. ഞാൻ മര്യാദക്ക് പോവാൻ വന്നപ്പോഴത്തേക്ക് നീയാണ് എന്നെ പിടിച്ചെടുത്തിടാ നില്ലടാ ക്രിസ്റ്റൽ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിർത്തി തന്നെ. എന്നിട്ട് നീ കൂടെ വന്നിട്ട് എനിക്ക് ഇന്നലെ ഞാൻ റെക്കോർഡ് വെച്ചേക്കണ കേസാണ് നീ യൂട്യൂബിൽ. ചുമ്മാ മനസ്സിലായി. എടാ ഇറങ്ങി പോടാ. ഇന്ന് ഇപ്പൊ കയറി ഞാൻ കൊന്നിട്ടേ ഉള്ളു. ഇവിടെ ഏതോ പോണു. കേറല്ലേന്ന് പറഞ്ഞപ്പം കടിയല്ലേ. എവിടെ പോയോ? കിട്ടിയില്ലേ? വെച്ചോ. നിന്നോട് പറഞ്ഞില്ലല്ലോ. എടാ ഞാൻ ഒരുത്തനെ ഞാൻ കേറിയെന്ന് പറഞ്ഞ് അടിച്ചോണ്ട് നിൽക്കുമ്പോ വേറെ അടുത്തവൻ കേറി പോണ്. അത്യാവശ്യമാണ് ബ്രോ അത്. ഓ ബ്രോ ഇത് ബോട്ടിൽ ചെസ്റ്റ് ഇട്ടു. Come on എൻ്റെ അടുത്ത് വാ. ഇങ്ങ come on എൻ്റെ അടുത്ത് കൂടാ വാ. എടാ ഡേയ് ഇവിടെ തന്നെ മര്യാദക്ക് ഇരുത്തിയാ തരുന്നതിന്. അങ്ങനെ വീണ്ടും വിളിച്ചോണ്ട് ഞാൻ എവിടെ ഉണ്ടാകാം. വാ ഇങ്ങോട്ടിറങ്ങ. എടാ ഇങ്ങോട്ട് വരാത്തെന്തരാ അത്? എന്റെ ചുമന്ന പൂച്ച അവിടെ ഉണ്ടാ. വാ 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 കമോൺ. എവിടെ? ഒരാള് കയറി. സിറ്റ്. Come on bro. നിങ്ങളെ വീട് ഇനി തൊട്ട് ഇതാണ് എന്റെ ചെസ്റ്റിൽ നിങ്ങൾ കാവലിരിക്കണം. ബാ എടാ ഞാൻ ചെസ്റ്റിൽ കാവലിരിക്കണം എന്ന് പറയുമ്പോ അവന്മാർ വാഴപ്പണക്കകത്ത് കയറി പോണു. എന്നാ അവിടെ സിറ്റ്. അതെ ഒരുത്തന്നെ എങ്ങനെ വാ കേറുവാ. എടാ ഇവൻ എന്തിന് ഇത്രക്ക് ഇത്? ഈ പൂച്ചനെ എടുക്കാനൊന്നും പറ്റൂലേടേ. പൂച്ച എടുക്കണമെങ്കിലേ 2 പൂച്ച ടൈം പൂച്ച എടുക്കാൻ പറ്റും. 2 പൂച്ചനെ ടൈം ചെയ്തേ. ആ റഷ് 2 പൂച്ച അടുത്തടുത്ത് വേണം. അടുത്തടുത്ത് വരുമ്പോ ഒരു പൂച്ചക്ക് സ്വിച്ച് കൊടുത്തിട്ട് മറ്റേ പൂച്ച മറ്റേ ടാക്കിന്റെ ഓപ്ഷൻ വരും. അപ്പൊ ആദ്യം കുത്തണം. ഞാൻ തൽക്കാലം ഞാൻ എന്റെ ബെഡിനകത്ത് ഇരുത്തി അവരെ പൂട്ടി. എടാ അത് തുറന്നു വരും കാട്ടാ. നിനക്ക് കറുത്ത പൂച്ച ഉണ്ടോ? ഉണ്ട്. കറുത്ത പൂച്ച പറഞ്ഞു വരും. ഡർട്ടിട്ടാന്റെ വാടകിഞ്ഞ ഡർട്ടി എന്ന് പറഞ്ഞാൽ പറ്റും. കറുത്ത പൂച്ചക്ക് പറ്റും. ഡർട്ടി പറഞ്ഞേ വാർത്ത എനിക്ക് അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ഓടിപ്പോ. ഡർട്ടി തുറഞ്ഞു വന്നാൽ ഓടിപ്പോ. എന്ത് ഇഷ്ടപ്പെടാതെ ഓടിപ്പോ. പിന്നെ തുറന്നും കിട്ടേക്കല്ലേ. തുറന്നിട്ട് ഓടിപ്പോ. അവരെങ്ങോട്ടെങ്കിലും പോട്ടെ. എന്നെ ഇഷ്ടം കാണുമല്ലോ.
അവിടെ അവിടെ സിറ്റ് കൊടുത്തിരിക്കണ്ട, അവരവിടെ മരിയൊക്കെ ഇരുന്നോളൂ, നീ പോയി ആണ്. ചിലപ്പോഴേ സിറ്റ് വർക്ക് ആവൂല, ചിലപ്പോഴൊക്കെ അത് രോഹിത്തെ നീ എന്നെ ആക്കണേണെന്ന് മനസ്സിലായി, മിണ്ടായിരുന്നു. നിന്റെ വീട്ടിൽ തേരാപ്പാര ഓരോരുത്തന്മാര് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂലിപ്പണിക്കാരാണ്, വീട് ക്ലീൻ ചെയ്യണം, കൂലിപ്പണിക്കാരില്ല. എന്റെ വീട്ടിൽ ഇപ്പൊ കൊറേ പേര് ഇറങ്ങി പോയതേ ഉള്ളൂ കൂലിപ്പണിക്കാരെന്നും പറഞ്ഞോണ്ട്. ഓടാ നീ എന്റെ എത്ര മാറ്റാണ് അടിച്ചു മാറ്റിയത്? എന്റെ ഞാൻ ഇഗ്ലൂന്ന് എടുത്തോണ്ട് വന്നത്. ഈ നീല മാറ്റ് അത് പോട്ട് എന്ന് നീല മാറ്റേണ്ടത് ഒരു സാധനം. ഹലോ മാമ വന്നില്ല. ഓ വരുമ്പോ പറഞ്ഞാ മതി, നാളെ വർക്കുണ്ട്, സൺലൈറ്റിൽ വരാൻ പറഞ്ഞാ മതി. ഓ മറന്നുപോലെ. ഓ ശരി ശരി. അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ വന്നിട്ട് വിളിക്കാൻ പറയാം. എത്ര രാത്രി ഏതായാലും വിളിക്കാൻ പറഞ്ഞാ മതി. ഓ മാമ ഇടക്കിടക്ക് ചുമ്മാ വിളിക്കുന്നത്. അപ്പൊ ലോട്ടക്കാര്യത്തിന് ഗൈസ് എന്നാ ഞാൻ ചോദിക്കട്ടാ, സൗണ്ട് ഒന്നും വരാത്ത രോഹിത്തേ, രോഹിത്തേ രോഹിത്തെ നീ കച്ചാ? ഓക്കേ വാ. എടാ ഈ ഇവന്റെ ഐ വെച്ചിട്ട് എന്തിനാണ് ചെയ്യണ്ട? ഓ അത് വെച്ചിട്ട് ആവശ്യമായി. എന്തിനാണ്? ഒരു പോഷൻ ഉണ്ടാവും. ഒരു ഇതിട്ട് ഒരു പോഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? കൊറേ ആയി വേണോ? ഞാൻ ഇപ്പം ഹണ്ട് ചെയ്യട്ടാ. എനിക്ക് 3 പേപ്പറും കിട്ടി. എടാ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഈ സ്മിത്തിന്റെ ടേബിളൊക്കെ ഞാൻ കൊണ്ടുവന്നേരടാ നിനക്ക്? ഓ ഈ സ്മിത്തിങ് ടേബിളൊക്കെ ഒഞ്ഞണ ചോദിച്ച കള്ളം പറയല്ലേ. സ്മിത്തിങ് ടേബിളും ഞാനല്ലേ കാണിച്ചെന്നു, അപ്പൊ അത് എന്റേതും കൂടെയാണ്. ഞാൻ വച്ചില്ലേ, ഞാൻ എടുത്ത് പോ. ഇതിലൊരു കാര്യം ചെയ്യാം, എന്റെ സ്മിത്തിങ് ടേബിൾ എന്റെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, പേടിക്കണ്ട. ആ മറ്റേ ഇതിനകത്ത്, ഏതിനകത്ത്, ബാരലിനകത്ത്. ആ 2 ബാരലും കൂടെ വരുമ്പോ എടുത്തോണ്ട് പറഞ്ഞേ. ആ 2 ഉണ്ട്. വാട്സാപ്പ് നീ ഇങ്ങോട്ട് കയറി വരൂലടാ. എടാ നിന്നെ നോക്കി വച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇന്നലെ. നീ ഓർഡർ എവിടെ? നീയാണ് അവന്റെ കുഞ്ഞമ്മ അല്ലേ? കുഞ്ഞപ്പൻ. നീ ഇന്നാള് നിന്റെ കൊച്ചുമോനെ, അയ്യോ ഞാൻ തറയിൽ പോയാ, നിന്റെ കൊച്ചുമോനെ എടുത്തോണ്ട് നീയാണെങ്കി ഇന്നാൾ എന്നെ അടിക്കാൻ വന്നു. ഇവിടെ മാഞ്ഞു പോയി അവൻ. അത് ചത്തത് തന്നെയാ, ചത്തതാ മാഞ്ഞു പോയത് അവൻ. ചത്തില്ലടാ അവൻ. പിന്നെ നിക്കണേരടാ കുഞ്ഞമ്മയുടെ കുഞ്ഞച്ഛനാ. ഇതെന്തൊരു ആൻഡ്രോയുടെ കുഞ്ഞപ്പനോ കുഞ്ഞമ്മയുടെ കുഞ്ഞച്ഛനാ അവൻ?
പൊട്ടനാടാ നീ, മനസ്സിലായില്ലേ നിനക്ക്? ഞാൻ പലരുടെ വീഡിയോയിൽ അടിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതേപോലെ ലെങ്തി വീഡിയോ വേണം എന്ന്. അതുകൊണ്ട് ഞാൻ ഇട്ട് എന്തെന്നറിയാമോ? ലെങ്തി വീഡിയോ. എന്താണെന്നറിയാമോ? ലെങ്തി വീഡിയോ അല്ല, 45 മിനിറ്റ് ഉണ്ട്. അത് ലെങ്തി അല്ലേ പൊട്ട. ഞാൻ പറഞ്ഞ ലെങ്തി അല്ലെന്ന്. ഞാൻ എന്റെ എടാ ഈ പൂച്ചയ്ക്ക് ഫീഡ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? ആ ചാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇനി അതിനെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ പറകെ പോയി. എന്നെ ആരെങ്കിലും എന്റെ അടുത്ത് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാടേ അതിനാ. എടാ എന്റെ പൂച്ചേര പോടാ, പൂച്ചേനെ മണ്ടേ കയറി കിടക്കണ വില്ലേജറ്. എന്തരടാ ഇവന്മാരൊക്കെ ഇങ്ങനെ? അവർക്ക് ചിക്കൻ കൊടുക്കാൻ പറ്റൂടെ? ഇല്ല. ചിക്കനും ബീഫ് മട്ടനൊക്കെ കൊടുക്കാൻ പറ്റും. മറ്റേ മന്ത്രി പോർക്ക് ചോപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. റാബിറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. റോ മട്ടൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കുക്ക്ഡ് ഹ്യൂമൻ കൊടുക്കാൻ പറ്റും. എന്തിന്? കുക്ക്ഡ് ഹ്യൂമൻ. കുക്ക്ഡ് ഹ്യൂമനാ? നീ വാ, നിന്നെ കൊന്നിട്ട് ഞാൻ കൊടുക്കാം. നിന്നെ കൊല്ലി. ഞാൻ എന്നെ കൊല്ലാൻ പറ്റില്ല ബ്രോ. എനിക്ക് അവന്മാർക്ക് ഇത് പറ്റുമെങ്കിൽ കൊടുക്കാം. കൊള്ളാം. ചിക്കൻ വേണോ? വേണ്ട. റാബിറ്റും വേണ്ട. എന്നാ നീ തിന്നണ്ടോ? അത്യാഗ്രഹമാകത്ത്. എനിക്ക് ഇവനെ കൊല്ലണം. നീ മണ്ടയൊക്കെ അറിയിക്കണടാ. നിന്നെ എന്നാ ഞാൻ കൊല്ലുമെന്ന് വിചാരിച്ചോ നീ? ഞാൻ എന്റെ ഡെർട്ട് ഇട്ട് വരുടാ നിന്നെ കൊല്ലാൻ. എടാ ഞാൻ ഡെർട്ട് ഇട്ടപ്പോ താഴെ ഇറങ്ങിയടാ പൊട്ടൻ. എടാ ഞാൻ അവന്റെ കാര്യമല്ല, ഞാൻ ട്രേഡറിന്റെ കാര്യം പറഞ്ഞത്. അവൻ തുരക്കും. അവൻ കൊറേ എന്റെ അടുത്തൊന്നും തുരക്കാറായില്ല. എന്തിനാ അവൻ ഇൻവിസിബിൾ ആടേ? അപ്പൊ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺസബ്സ്ക്രൈബും ചെയ്യാം. പീസ് ഔട്ട്.